والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. مولاي صل وسلم من أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയാനും പഠിക്കാം. ആമീൻ യാ അല്ലാഹ്. അത് ജീവിതത്തിൽ പകർത്തി ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരണപ്പെടാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മൂലധനമാണ്, ക്യാപിറ്റലാണ് നമ്മുടെ ആയുഷ്കാലം. നമുക്ക് അല്ലാഹു തന്ന സമയം. ഇത് തീർന്നാൽ നമ്മുടെ മൂലധനം കഴിഞ്ഞു. ഇനി നമുക്ക് കച്ചവടം ചെയ്യാൻ കഴിയും. ഇത് തീരുന്നതിന് മുമ്പ് നമ്മൾ പരമാവധി മുതലാക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇസ്തഉദ്ദൂ ലിൽ മൗതി ഖബല നുസൂലിൽ മൗത്ത്. മരണം വരുന്നത് നിങ്ങൾ മരണം വരുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി റെഡിയാവും, തയ്യാറാവും. അത് വല്ലാത്തൊരു ആശയം ഉള്ള ഒരു ഹദീസാണ്. മരണത്തിന് മുമ്പ് റെഡിയാവണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മരണത്തിന് മുമ്പുള്ള ഓരോ സമയവും എന്തെങ്കിലും ഒരു ഖൈറിന് വേണ്ടി ഉപയോഗിക്കും. ഖുർആനിലെ വളരെ ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ അസ്ർ. ആ സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹ് പറയുന്നത് വൽ അസ്ർ, സമയം തന്നെ സത്യം. അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാകും. ഇത് പറഞ്ഞ ഉടനെ അല്ലാഹ് പറഞ്ഞു ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്മാരെല്ലാം പരാജയപ്പെട്ടവരാണ്. എന്താ അതിന്റെ കാരണം? 3 കാരണങ്ങൾ. ഒന്ന്, തെറ്റുകുറ്റങ്ങളിലായി ജീവിച്ചവർ പരാജയപ്പെട്ടവരാണെന്നുള്ള കാര്യം നോ ഡൗട്ട്, സംശയമില്ല. 2, കുറച്ചു സമയം നന്മയും കുറച്ചു സമയം തിന്മയുമായി ജീവിച്ചവർക്ക് ആഖിറത്തിലെത്തിയാൽ തോന്നും തിന്മ ചെയ്യാൻ എടുത്ത സമയം നന്മ ചെയ്യാമായിരുന്നു. അപ്പൊ അവർക്കും നഷ്ടബോധം ഉണ്ടാവും. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. 3, നന്മയിലായി ജീവിച്ചവർക്കും ഒരു നഷ്ടബോധം ഉണ്ടാവും. എന്താ? കുറച്ചുകൂടി ശ്രേഷ്ഠമായ കാര്യം വേറെ പലതും ആയിരുന്നു. സത്യത്തിൽ നമ്മൾ ചെയ്തതൊക്കെ നല്ല തന്നെ, പക്ഷെ കുറച്ചും കൂടി മസാലയൊക്കെ പഠിച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതല്ല ഏറ്റവും വലിയ ഖൈർ, വേറൊന്നായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുമായിരുന്നു. ഒന്നും കൂടി പഠിച്ചിട്ടൊക്കെ ചെയ്യാമായിരുന്നു എന്ന് എല്ലാവർക്കും നഷ്ടബോധം ഉണ്ടാകും. ഇത് പറയാൻ വേണ്ടി അല്ലാഹ് സത്യം ചെയ്ത കാര്യം എന്താന്ന് വെച്ചാൽ വൽ അസ്ർ എന്നുള്ളത്, സമയം. സമയത്തിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. അതിനേക്കാൾ വലിയ ഒരു സംഗതി മരിക്കുന്ന സമയത്ത് ടെൻഷനാവുന്നതും മരിച്ചു കഴിഞ്ഞാൽ ടെൻഷനാവുന്നതും
പരാജയപ്പെട്ട് നരകത്തിലെത്തിയാൽ ടെൻഷൻ ആവുന്നതും എല്ലാം ഒരേ സാധനം. എന്താ? സമയം വേണ്ട പോലെ ഉപയോഗിച്ചിട്ടില്ലല്ലോ എന്നുള്ളതായിരിക്കും. കബറാളികളായ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവര് പറയും, ഒരു തസ്ബീഹല്ല, ഒരു നോമ്പെടുക്കാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം തീർന്നിട്ടുണ്ട്. അവരുടെ എല്ലാ സമയം തീർന്നിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ഇസ്തഇദ്ദു ലിൽ മൗതി ഖബല നുസൂലിൽ മൗത്ത്. സമയം തീരുന്നതിന് മുമ്പ് സമയം ഉപയോഗിക്കണം. സാറേ പ്ലീസ്, ഒരു എസ്സേയും കൂടി പൂർത്തിയാക്കാനുണ്ട്, ഒരു അനോട്ടേഷൻ എഴുതി പൂർത്തിയാക്കാനുണ്ട്, ഒരു ഷോർട്ട് എസ്സേ എഴുതി തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എക്സാം ഹാളിന് വിലപിച്ചിട്ട് കാര്യമില്ല. ടൈം ഈസ് ഓവർ, സമയം തീർന്നിട്ടുണ്ട്. അസറായിൽ വന്ന് വണ്ടി ഓഫാക്കലോടുകൂടി എല്ലാം ക്ലോസ്. ഇതാണ് നമ്മളെപ്പോ ആലോചിക്കുന്നത്. ഖബറാളികൾക്കൊക്കെ എത്ര പൂതി ഉണ്ടാവും പറയാം. ഇതേപോലത്തെ ഒരു വെള്ളിയാഴ്ച രാമാറ്റ കിട്ടിയില്ലെങ്കിൽ തബാറക്കോതും, യാസീനോതും, സജദോതും, വാഖിയോതും, റഹ്മാൻ ഓതണം, ദുഹാൻ ഓതണം, ജിന്നോതണം, മുസമ്മിൽ ഓതണം, സബൂൽ മുഞ്ചിയാത്ത് മൊത്തം ഓതണം, ഒരു മങ്കൂസ് പോലും ചെല്ലണം, ബദറിയത്ത് ചെല്ലണം. എത്ര പൂതി ഉണ്ടാവും ഖബറാളികൾക്ക്. പക്ഷെ നമുക്ക് ആ പൂതി ഇല്ലാത്തത്, അതിന്റെ വില നമുക്ക് മനസ്സിലാവാത്തത്. വില നമുക്ക് മനസ്സിലാവാത്തതുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഇങ്ങനെയൊക്കെ സമയം ഉപയോഗപ്പെടുത്തിയാൽ അയാൾ പരാജയപ്പെടൂല എന്നും കൂടിയാണ് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന ആയത്ത് പറയുന്നതിന് മുമ്പ് വല്ലാസർ പറയുന്നത്. സമയം ഉപയോഗപ്പെടുത്തുന്ന ആള് പരാജയപ്പെടും. നവൈമാവ് പരാജയപ്പെടൂല, സക്കരിയ അൻസ്വാരി റളിയല്ലാഹു പരാജയപ്പെടൂല. എന്തുകൊണ്ട്? അവരൊരൊറ്റ സമയം കളയാത്ത ആളാണ്. നമുക്കൊക്കെ കിട്ടേണ്ട ഒരു അഡ്രസ് അതാണ്, സമയം കളയാത്ത ആളാണ്. വെറുതെ ആലോചിച്ച് നോക്കുക, ഡെയിലി നമുക്ക് 1/4 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് മാത്രം ഫോൺ ഉപയോഗിച്ചാലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരിക്കും ഞാനിപ്പോ ഒരു വഴന്ന് കഴിഞ്ഞിട്ടാണ് വരുന്നത്, ഒരു 2 മണിക്കൂറിന്റെ അടുത്ത് വരുന്നത്. എന്റെ നാട്ടിലല്ല ഞാനുള്ളത്, വേറൊരു നാട്ടിൽ. ഈ 2 മണിക്കൂർ ഞാൻ ഫോൺ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ എന്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് വേറൊരാളുടെ ഫോണിൽ നിന്നാണ് സൂം ക്ലാസ് എടുക്കുന്നത്. 1 മണിക്കൂർ 3 മണിക്കൂർ. ഇതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഇടിഞ്ഞു പൊള്ളി വീണോ? ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ ഒരു പണിയും ഇല്ലെങ്കിൽ ഞാൻ എന്താക്കല് നമുക്കറിയാലോ. അത് മാത്രം ആലോചിച്ചാൽ എന്താക്കല്. ഇപ്പൊ SSFന്റെ ഒക്കെ മീറ്റിങ്ങിൽ കയറിയാല് 4-5-6 മണിക്കൂർ ഫോൺ ഉപയോഗിക്കാണ്ടുണ്ടോ? ഫോൺ വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും ഇടിഞ്ഞു പൊള്ളി വീഴുന്നുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെ ശരിക്കും ആലോചിച്ചാല് ഒരു ദിവസം നമ്മൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒറ്റൊരാൾ, ആ ഒരാളാവാനാണ് നമ്മളും നോക്കേണ്ടത്. അങ്ങനെ തീരുമാനിച്ചു, ഇന്ന് മുതൽ ഞാൻ ഡെയിലി 10 മിനിറ്റ് മാത്രമേ ഫോൺ ഉപയോഗിക്കുള്ളൂ. ഇപ്പൊ എല്ലാരും ഇന്റർനെറ്റ് സൗകര്യങ്ങളില്ലാത്ത, സോഷ്യൽ മീഡിയ സംവിധാനങ്ങളില്ലാത്ത ചെറിയ ഫോൺ അന്വേഷിക്കുന്നു എന്നുള്ള ന്യൂസ് സ്റ്റാറ്റസ് വെക്കുന്നു എന്നല്ലാണ്ട് ഒരു മനുഷ്യനും ഉപയോഗിക്കൂല. ആരും ഉപയോഗിക്കുന്നു? നമ്മിപ്പോ ഒരു 1000 ആളെ സ്റ്റാറ്റസ് നോക്കിക്കൊണ്ട് എന്തൊക്കെ നമുക്ക് കിട്ടണം നമുക്ക് തന്നെ അറിയാം. ഉദാഹരണത്തിന് മതപ്രഭാഷണവും ഇശൽ വിരുന്നും എന്ന നോട്ടീസ് നാട്ടുകാർ മൊത്തം സ്റ്റാറ്റസ് വെച്ചു. നമുക്ക് തന്നെ അറിയാം അതിന്റെ ബർബിൾ കളർ കാണുമ്പോൾ തന്നെ 30 ആളും അതന്നെ ആക്കിയത്. എന്നാലും നോക്കൂ, 30 മിനിറ്റ് അവിടെ പോയി, അരമണിക്കൂർ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കി വെറുതെ. പ്രത്യേകിച്ച് വാട്സപ്പിന് ദീർഘായുസ് എത്തിയതുകൊണ്ട് 1 മിനിറ്റാണ് ഇപ്പൊ സ്റ്റാറ്റസ്. എത്ര സമയം നമ്മൾ കളയുന്നു, വെറുതെ കളയാം. ഇമാം നവവി റഹ്മാൻ സമയം കളയാറുണ്ട്? ഇല്ലല്ലോ. ഗസാലി ഇമാം സമയം കളയാറുണ്ടോ? ഇല്ലല്ലോ. കൂട്ടുകാരെ, MA ഉസ്താദിന്റെ വിജയം അവിടെയല്ലേ കിടന്നത്. ഒരു ദുൽഹിജ്ജയൊക്കെ വന്ന് പൂർത്തിയായി പുതിയൊരു വർഷം മുഹറം ഒക്കെ വരുമ്പോ നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ തീരുമാനിക്കേണ്ട, ഞാൻ ഇന്ന് കുറെ കർമ്മങ്ങളൊന്നും പറയൂല, ഷുവർ പറയില്ല, ഞാൻ തീരുമാനിച്ചു. കാരണം ദുൽഹിജ്ജന്റെ പല പ്രഭാഷണങ്ങളും മാട്ടൂൽ ചാപ്റ്റർ ദുബായ് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമും
നാട്ടിൽ ദുബായ് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാം പലപ്പോഴും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ദുൽഹിജ്ജയിൽ എന്തെങ്കിലും കുത്തിയിരുന്ന് ചൊല്ലലൊക്കെ അടുക്കട്ടെ, അത് നമുക്ക് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് തീരുമാനിക്കുക, സ്ട്രോങ് ഡിസിഷൻ, മതി ഒരുക്കി സോഷ്യൽ മീഡിയ എന്നൊക്കെ നമ്മൾ മദീന തീരുമാനിച്ചൊക്കെ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഡെയിലി 10 മിനിറ്റ് മാത്രം, 10 മിനിറ്റ്. അപ്പൊ നമുക്ക് 2-3 ആശങ്കകൾ ഉണ്ട്. ഒന്ന്, അത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫോണിൽ നിന്നാണ് പഠിക്കുന്നത്. അങ്ങനെ എല്ലാ ഇൽമൊന്നും ഇടമൊന്നും വേണ്ട, അതുകൊണ്ടൊന്നും വലിയ സംഭവം ഒന്നും തോന്നില്ല. അങ്ങനെ ഫോൺ മൊത്തം നോക്കിയിട്ട് പൊന്മുളുസ്താദിന്റെ മേലെ ഒന്ന് എത്താനും നമുക്ക് കഴിയുള്ളൂ. പൊന്മുളുസ്തായിട്ട് നോക്കിയിട്ടും അല്ല ആയത് ഒന്നും അങ്ങനെ ഇല്ല. എല്ലാ ഇൽമൊന്നും നേടിയെടുക്കണ്ട, അതിൽ അടുക്ക് ഉള്ളി ഇൽമും വിഴുങ്ങാനും അമ്മ പറഞ്ഞു അടുക്കട്ടെ, മതി. എന്റെ അടുത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്, എന്റെ ട്രെയിനർ. അയാൾ തീരുമാനിച്ചെന്നാ വിചാരിക്കുന്നു 10 മിനിറ്റ് ഇനി മുതൽ എല്ലാവരും അല്ലെ സാറേ, അൽഹംദുലില്ലാ. മതി. നിങ്ങൾ വേറെ സലാത്ത് ദിക്റെല്ലാം എടുക്കട്ട്. ദുൽഹിജ്ജയിൽ ചെല്ലാനുള്ള ഒരു 10 ദിക്ർ ഉസ്താദ് വാട്സപ്പിൽ അയച്ച് അതെല്ലാം എടുക്കട്ട്. ഒരൊറ്റ സമയം കളയാതെ മാറ്റി. ഇതാണ് സ്ട്രോങ് നമ്മൾ തീരുമാനിക്കുക. ഞാനിപ്പോ കഴിഞ്ഞ സാറ്റർഡേ ആൻഡ് സൺഡേ UAE-യിലായിരുന്നു. സിം എന്തായാലും മാറ്റിയിട്ടില്ല, 2 ദിവസത്തേക്ക് വന്നതുകൊണ്ട് തന്നെ. അപ്പൊ പിന്നെ എപ്പോഴെങ്കിലും റൂമിൽ ഉണ്ടാകുമ്പോഴുള്ള വൈഫൈ സംവിധാനം ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും ഇടിഞ്ഞ് കൊണ്ട് വീണു, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തിപ്പോ സംഭവിക്കണം? നമുക്ക് തോന്നാണ് ഞാൻ വാട്സപ്പ് തുറന്നിട്ടില്ലെങ്കിൽ ഉക്രൈൻ എങ്ങാനും റഷ്യനെ തിരിച്ചാക്രമിച്ചാലോ എന്ന് നമുക്കൊരു പേടിയാണ്. ഒന്നും സംഭവിക്കൂല. ആദ്യമായി ഹൃദയഭാഷയിൽ പ്രിയപ്പെട്ട മോമിനീങ്ങളോട് പറയാനുള്ളത് അതാണ്, വൽ അസ്ർ. ഈ സൂറത്തിനൊരു പേരുണ്ട്, എന്താ പറയുക? സൂറത്ത് സഅദ, വിജയത്തിന്റെ അടയാളങ്ങൾ പറയുന്ന സൂറത്ത്. വിജയത്തിന് 4 അടയാളങ്ങളാണ് ഖുർആനിൽ പറയുന്നത്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് അല്ലാഹു ഫസ്റ്റ് വൽ അസ്ർ പറയാൻ കാരണം, സമയത്തെ പരിഗണിക്കാത്തവനോട് 1000 അടയാളം പറഞ്ഞിട്ടും കാര്യമില്ല എന്നതിന്റെ അർത്ഥം. സമയം പരിഗണിക്കും, ഇതാണ് ഫസ്റ്റ്. നമുക്ക് രണ്ടാമത് എന്നെ ഒരു 4-5 കാര്യങ്ങളാണ് വൽഹാസിൽ പറയും. നിങ്ങൾ എന്നെ വിചാരിക്കും ഇത് ദുൽഹിജ്ജയായിട്ട് എന്താ ബന്ധവും? ഇത് ദുൽഹിജ്ജയായിട്ടില്ല, ഇതന്നെയാ മുഴുവൻ മാസം തമ്മിലുള്ള ബന്ധം. ദുൽഹിജ്ജന്റെ പാർട്ടി ലാസ്റ്റ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ട ഒരു കാര്യം ഈമാനോടെ മരിച്ചു കിട്ടാനും വേറൊന്നിനുമല്ല. വീടെടുക്കൽ ഉസ്താദെ, വീടെടുക്കല്, മോളെ കെട്ടിക്കല്, അക്കൗണ്ട് ബാലൻസ് കുറവ്, കുറി അടിക്കുന്നില്ല, കുറി അടിക്കുന്നതിന് വല്ല ദിക്കറുണ്ടാ, പോലീസ് പിടിക്കാണ്ടിരിക്കാൻ വല്ല ദിക്കറുണ്ടാ, ലൈസൻസ് പാസ്സാൻ വേണ്ടി വല്ല ദിക്കറുണ്ടാ. ഇതിന്റെ എല്ലാം മുൻഗാമികൾ ഏത് തങ്ങളെ ഉസ്താദിനെ കണ്ടാലും അവർ പറയുന്ന ഒരേ ഒരു ചോദ്യം, ഈമാൻ സലാമത്താകു വരക്കണമെന്ന്. അതാണ് നമുക്ക് വേണ്ടത്. അവസാന കാലാവുമ്പോ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർക്ക് നഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നതുമായ കാര്യം ഈമാനോടെ മരിക്കാൻ. ലോകത്ത് അള്ളാഹ് ഈമാൻ കൊടുത്ത ആളെന്നെ എണ്ണം കുറവാണ്. ഇപ്പൊ നിലവിൽ 480 കോടി മനുഷ്യന്മാരുണ്ട്, അല്ലെങ്കിൽ 420 കോടി. ഇത്രയും മനുഷ്യന്മാരിൽ ഈമാനുള്ളവർ എത്ര ലോകത്തുണ്ട്? 4 പാർട്ടാക്കിയാൽ 1 പാർട്ട് വരെ ഇല്ല മുസ്ലിമീങ്ങൾ. ഇന്ത്യയിലെ 120 കോടിയിൽ എത്ര മുസ്ലിങ്ങളാണ്? നിങ്ങൾ വെറുതെ ആലോചിച്ചു. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും മുമ്പാത്തും മേഖലും എല്ലാവരും കാഫിര്യങ്ങളിലേക്കാണ്, വ്യത്യസ്ത മതവിഭാഗത്തിലുള്ളവർ. എങ്ങനെ ഈമാനോട് മരിക്കുന്ന എടുക്കട്ടെ, ഈമാനോട് ജീവിക്കുന്നവരുടെ എണ്ണം തന്നെ എത്രയാണ്? ഈമാനോട് ജീവിക്കുന്നവരുടെ എണ്ണം എത്ര? വളരെ ന്യൂനാന്യൂനം. മാശറിയില് 120 സൊഫില് 60 അല്ലെങ്കിൽ 80 സൊഫും ഈ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 120 സൊഫില് 117 സൊഫും നരകത്തിലാണ്. 117 സൊഫും നരകത്തിൽ, 3 സൊഫ സ്വർഗത്തിൽ. മനുഷ്യന്മാര് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഈ 3 സൊഫിൽ ആരെല്ലാം ഉണ്ടെന്ന് അറിയാം? 1,50,000 മേലെയുള്ള സ്വഹാബത്തുണ്ട്, തങ്ങന്മാർ മൊത്തമുണ്ട്, അഹ്ലുബൈത്ത്, ഔലിയാക്കളുണ്ട്, ഇമാമിങ്ങളുണ്ട്, മുസന്നിഫീങ്ങളും. നിങ്ങൾ ആലോചിച്ചു, ഈ 3 സഫിൽ പെടണമെങ്കിൽ പെടണ്ടേ നമ്മൾ? 999 ആള് നരകത്തിൽ പോയിട്ടല്ലേ ഒരു സ്വർഗ ടിക്കറ്റ് മുറിയൽ.
അല്ലേ? അല്ലേ? ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ പേടിക്കേണ്ട ഒരു കാര്യം ഉസ്മാൻ എന്നാണ് പറഞ്ഞത്, ഈമാനോടെ മരിച്ചിട്ട്. ഈമാനോടെ മരിച്ചു ഉസ്മാൻ പറയണത്. ഇനി ഒരാൾക്ക് കിബറോണ്ട് തോന്നാണ് എന്റെ ഈമാനൊന്നും ഇഷ്ടപ്പെടൂല, കാരണം ഞാൻ എത്ര കൊല്ലം സംഘടനയിൽ പ്രവർത്തിക്കും, ഞാൻ എത്ര ആൾക്ക് ദൈവത്ത് നടത്തിയിട്ടുണ്ട് എന്നൊരാൾക്ക് തോന്നിയാൽ അവന്റെ ഈമാൻ നശിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നൊരാൾക്ക് തോന്നിയാൽ അയാൾക്ക് ഈമാനോടെ മരണം ഉണ്ടാവില്ല എന്ന് സുഫിയാൻ സൗരി റളിയല്ലാഹു പറഞ്ഞു. അല്ലാഹു കാത്തിരിച്ചു. മുസ്ലിം പള്ളിക്കാട്ടിൽ കിടക്കുന്ന എല്ലാവരും ഈമാനോടെ മരിച്ചെന്ന് നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റൂല. നമുക്ക് പറയാൻ പറ്റൂല. ആർക്കാ പറയാൻ പറ്റുക? ബഗ്ദാദിലെ ഒരു പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടപ്പോ റസൂലുള്ളാഹിനോട് ചോദിച്ചല്ലോ, മാ ഗയ്യറ ലൗനുക്ക്, തങ്ങളുടെ മുഖത്തിന്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ട് വിഷമം പോലെ ടെൻഷൻ പോലെ ഉണ്ടല്ലോ, എന്താ പറ്റിയ നബിയെ? തങ്ങൾ എന്താ പറഞ്ഞത്? ഇന്നലെ മാത്രം 1700 ആള് മരിച്ചിന്. 1700 ആള്. എല്ലാവരുടെ പേരിലും മയ്യത്ത് നിസ്കാരവും നടന്നിട്ടുണ്ട്, മുസ്ലിം പള്ളിക്കാട്ടിൽ കബറടക്കിയിട്ടുമുണ്ട്. അതിനാണോ തങ്ങൾക്ക് ടെൻഷൻ? അല്ല. പിന്നെ മരിക്കൽ എണ്ണം കുറവും കൂടുതലൊക്കെ ഉണ്ടാവും. ഇന്നലെ മാത്രം ലോകത്തിന്റെ വിവിധ ഭാഗത്തുനിന്ന് 1700 ആള് മരിച്ചിട്ടേ ആകെ ഈമാനോട് മരിച്ചത് 2 1698 ആള് ഈമാൻ തെറ്റിയിട്ടാണ് മരിച്ചത്. അവരെല്ലാം കിടക്കുന്നത് മുസ്ലിം പള്ളിക്കാട്ടിലാണ്. ഒരിക്കലെല്ലാം മയ്യത്ത് നിസ്കാരം പള്ളിയിൽ നടന്നിട്ടുണ്ട്. നമ്മളൊക്കെ മെഹ്റാബിന്റെ അടുത്ത് കഫംകുടയിൽ പൊതിഞ്ഞിട്ട് കിടക്കുന്ന കണ്ടിട്ട് പാവപ്പെട്ട വയസ്സന്മാരെയും ഉപ്പാപ്പി ഉസ്താമാറും കുട്ടികളെല്ലാം കൂട്ടിയിട്ട് നമ്മള് മുസ്ലിമാന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ട് മയ്യത്ത് നിസ്കരിക്കേണ്ട ഗതികേട് വരുത്തരുത്. ഈമാനോടെ മരിച്ചു കൊടുക്കണം. മനുഷ്യന്മാരെ പറ്റിച്ചിട്ട് കഫംകുടന്റെ ഉള്ളിൽ കിടക്കാൻ പാടില്ല. ഈമാനോടെ മരിക്കണം. അത് പേടി വേണം. ഈമാൻ സലാമത്താവും. പണ്ടുള്ളവർക്കൊക്കെ നൂറുൽ ഈമാനും സലാമത്തുൽ ഈമാനും ഒക്കെ ചെല്ലാനുണ്ട്. അവർക്ക് ഈമാനോടെ മരിക്കാനുണ്ട്. അതാ നമുക്ക് ഈമാനോട് മരിക്കാനുള്ള 4-5 കാര്യങ്ങൾ ഇതില് ഇടയിൽ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തത് സുബഹിന്റെ സുന്നത്തും സുബഹിന്റെയും ഇടയില് യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത എന്ന ദിക്ർ 41 തവണ ചൊല്ലാം. ചില കിതാബില് 41 എന്നുണ്ട്, ചിലതിൽ 40 ഉണ്ട്. എന്തായാലും 41 ഇല്ല. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. സുബഹിന്റെ സുന്നത്ത് പലപ്പോഴും സുബഹിന്റെ ജമാഅത്ത് തുടങ്ങിയത് കൊണ്ട് ശേഷമാണ് നിസ്കരിക്കുന്നെങ്കിൽ എന്തൊരു ചൊല്ലിപ്പോ യാനത്ത് താലിബിയിലുണ്ടാവും. ഈമാനോടെ മരിച്ചിട്ടാണ് തോന്നുന്നത്. ഇങ്ങനത്തെ എല്ലാം ചെറിയ ചെറിയ ദിക്ർ മരിക്കുന്നവരെ അങ്ങ് ചെല്ലണം. പണ്ട് ഏതോ ഒരു ക്ലാസ്സിൽ സൂമിലോ മാട്ടൂൽ മനുഷ്യന്റെ ക്ലാസ്സിലോ കേട്ട് ഓർമ്മയുണ്ട്, 28 കൊല്ലായി ചെല്ലുന്നത്. അതൊക്കെ ഒരു 10-28 കൊല്ലെങ്കിൽ നമുക്ക് ഓർമ്മിക്കാൻ പറ്റണം. അതൊക്കെ തന്നെ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. അടിപൊളി ക്ലാസ്, മാഷാ അല്ലാഹ് തബാറക്കല്ലാ എന്നുള്ള കമന്റ് ഉള്ളത് ഒരു കാര്യമില്ല. അതൊക്കെ വെറുതെ എന്ത് പണ്ടായിരിക്കണ കാര്യം. നമ്മളെ ജീവിതത്തിൽ ഇതങ്ങ് ജീവിതത്തിന്റെ ഭാഗാക്കണം. നാളെ സുബീന്റെ സുന്നത്ത് മുതലങ്ങ് തുടങ്ങും. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. ഈമാനോടെ മരിക്കാനുള്ള സബബ വഴിയാ 41. രണ്ടാമത്തത്, എപ്പ എടുത്താലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലാഹുമ്മ ജഅൽനി മിനൽ തഖ്വാബീൻ. ആ ദിക്ർ പതിവാക്കാം. ഈമാനോടെ മരിക്കാനുള്ള സബബ. ഈമാനോടെ മരിക്കും. അതാണ് രണ്ടാമത്. 3, ബാങ്കിന് ശേഷമുള്ള ഇത് എപ്പം ബാങ്ക് കേട്ടാൽ നമ്മളത് ചെയ്യാം. ഈമാനോടെ മരിക്കുന്ന ഒരു സമയം. മൂന്നാമത്. നാലാമത്തത്
രാവിലെയും വൈകുന്നേരവും 10 വീതം സ്വലാത്ത് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ എത്ര എളുപ്പമുള്ള മാർഗമാണ് 10 വീതം. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, കുറച്ച് സ്വലാത്ത് എല്ലിട്ട് നമുക്ക് ലാസ്റ്റ് ദ്വാരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ സ്വലാത്ത് ഉണ്ടായിരിക്കും. ഈമാനോടുള്ള മരണം. നാലാമത്. എന്റെ വിഷയം ഇതൊന്നുമല്ല, കുറെ വിഷയങ്ങളുണ്ട്, അതിന്റെ ഒരു പാർട്ടാണ്. അഞ്ചാമത്തത് മോമിനീങ്ങളെ സഹായിക്കും. വഴിയോരങ്ങളിലൊക്കെ കാണുന്ന ആൾക്കൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ഉറുപ്പ്യെങ്കിലും കൊടുക്കുക. ഒന്നും ആവില്ലടോ, ഒന്നും നഷ്ടം വരില്ല. ഉസ്താദെ അയാള് മുസ്ലിം അല്ല, അതുകൊണ്ടെന്നാ മുസ്ലിം അല്ലാത്ത സ്വതം കൊടുത്താൽ കൂലിയില്ല. അയാൾ അതിനെ കൊണ്ട് ഒരു തെറ്റ് ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കണ്ട. റെയിൽവേ സ്റ്റേഷനില്, ബസ് സ്റ്റാൻഡില്, പള്ളീന്റെ മുറ്റത്ത് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ പാവപ്പെട്ടവരുണ്ടോ, ഒരു 10 ഉറുപ്പ്യ കൊടുത്തു കൊടുക്കും. ചില്ലറാക്കിയിട്ട് ഒരു കൊടുക്കും, ഒരു 5 രൂപ. മനുഷ്യന്മാരെ സഹായിക്കുന്ന ആള് ഈമാൻ തെറ്റി മരിക്കൂല. കിതാബ് എഴുതി വെച്ചതാണ്, ഇമാമിങ്ങൾ പറഞ്ഞതാണ്. ഇമാമിങ്ങളെ പേനനെ കൊണ്ടൊന്ന് എഴുതിയില്ലെങ്കിൽ അതിന്റെ എതിരെ അല്ല ചെയ്യൂല. അള്ളയാണ് അവരെ കൊണ്ട് എഴുതിപ്പിക്കും. മനുഷ്യന്മാരെ സഹായിച്ച അതെപ്പോഴും ശ്രദ്ധിക്കും. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞാല് മരിക്കുന്ന സമയത്ത് ആ നാവുകൊണ്ട് ലായിലായില്ലെന്ന് എല്ലാം കഴിയില്ല. എന്തെങ്കിലും ഒരു ആരോപണം, വൃത്തികേട് നമ്മളെ നാവുകൊണ്ട് പറഞ്ഞെങ്കിൽ പിന്നെ ആ നാവുകൊണ്ട് ദിക്റെല്ലാം കഴിയില്ല. ശ്രദ്ധിച്ചോ മനുഷ്യന്മാർ, ശ്രദ്ധിച്ചോ. പിന്നെ ആ നാവുകൊണ്ട് ദിക്റല്ല. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, മാലിക് വെറുതെ പറയണം, 40 നബിന്റെ ഷറഹിലുണ്ടാവും. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ എന്നെ അള്ളാഹു ഹിസാബ് എടുക്കൂല. കാരണം ഞാൻ ആരെയും ഗീബത്ത് പറഞ്ഞിട്ടില്ല. ഓ, എന്താ സർട്ടിഫിക്കറ്റ്! അള്ളാഹു ബർക്കത്തുകൊണ്ട് നമ്മളെ നാവ് സ്വാലിഹീങ്ങളെ നാവാക്കി തെരുമാറാവട്ടെ. മരിക്കണ സമയത്ത് കുടുങ്ങാത്ത, കെട്ടിൽപ്പെടാത്ത, സ്ഫുടമായ ഭാഷയിൽ ദിക്ർ ചെല്ലുന്നവരെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവും. അപ്പോ ഒന്ന് സമയം കളയൂല എന്ന് തീരുമാനിച്ചു. സോഷ്യൽ മീഡിയയോട് രാജിവെക്കാൻ തീരുമാനിച്ചു. രണ്ടാമത്തത്, ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട, ഈമാനോട് മരിക്കോ ഇല്ലയോ എന്നുള്ള ആശങ്ക. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തത്, എങ്ങനെ ഈമാനോടെ മരിക്കണമെങ്കിലും, ഈമാൻ സലാമത്താവണമെങ്കിലും മൂന്നാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടും, അതാണ് മൂന്നാമത്. ഇനിയാണ് ശരിക്കും ശ്രദ്ധിക്കുന്നത്. അള്ളാഹുവിന്റെ തൃപ്തിയേക്കാൾ വലിയ ഒരു കാര്യമില്ല. ശരിക്ക് ഇപ്പൊ അടുത്ത നമ്മളെ അബ്ദുൽ ഉസ്താദ്, സുലൈമാൻ ഉസ്താദിന്റെ മകൻ അബ്ദുൽ ഉസ്താദ് ഒരു ക്ലാസ്സിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ തൃപ്തിക്ക് മലയാളമില്ല. ഈ റിളല്ല എന്ന് പറയുന്നതിന്റെ മലയാളം അള്ളാഹിന്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫുള്ളാവൂല. അള്ളാഹിന്റെ റിള കിട്ടണം, അള്ളാഹ് നമ്മൾ ഇഷ്ടപ്പെടണം. അള്ളാഹ് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടുങ്ങൂല, ഒരു സ്ഥലത്തും കുടുങ്ങൂല. അള്ളാഹുവെ, എന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തണേ. വളരെ ദുർബലരായ അടിമകളാണ് നമ്മൾ. എന്നാലും ഈ വെള്ളിയാഴ്ച രാവിലെ വർക്കത്ത് നീ തൃപ്തിപ്പെടുന്നവരിൽ നമ്മളെ പെടുത്തണം. അന്ന് അങ്ങനെ എല്ലാവരും ഒന്നും തൃപ്തിപ്പെടൂല. അതൊന്നും നമ്മൾ പേടിക്കണ്ടാവും. ഇനി നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ, ഒന്നിക്കിൽ അള്ളാഹിന്റെ ഇഷ്ടം നമുക്ക് കിട്ടുന്നുണ്ടാവും, ഇല്ലെങ്കിൽ കിട്ടുന്നുണ്ടാവും. അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടണം. ഇഷ്ടം തൃപ്തി എന്നൊന്നും പറഞ്ഞാൽ അതിന്റെ മലയാളം ആയിട്ടില്ല, ശരിക്കും അതിന്റെ അർത്ഥമായിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവാൻ അങ്ങനെ പറയുന്നു. അള്ളാഹുവിന്റെ റിള, അള്ളാഹുവിന്റെ റിള എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനേക്കാൾ വലുതാണ്. സ്വർഗമൊക്കെ അത് നോക്കുമ്പോ ചെറുതാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഹദ്ദാദ് റാത്തീബില് അള്ളാഹ് നിന്റെ തൃപ്തി എനിക്ക് നൽകണേ ജന്ന. പിന്നെ സ്വർഗവും കിട്ടും. സ്വർഗം നല്ല വലുത് അള്ളാഹുവിന്റെ തൃപ്തി. ഇത് ഒരാൾക്ക്
കിട്ടി എന്നുള്ളതിന്റെ അടയാളം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. അതെന്താ അറിയോ? അള്ളാഹ് പരിഗണിച്ച സമയങ്ങളെ അയാൾ പരിഗണിക്കും. അതാണ് ദുൽഹിജ്ജ 10. അവിടെയാണ് നമ്മൾ ഈ ക്ലാസ്സിന് പ്രസക്തി ഉണ്ടാവും. അള്ളാഹുവിന്റെ ഇഷ്ടം ഒരാൾക്ക് കിട്ടി എന്നുള്ളതിന്റെ തെളിവ് ഗസാലി ഇമാം പറയാം. ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാദില. അള്ളാഹ് ഇഷ്ടപ്പെട്ട സമയങ്ങളിൽ അയാളെ നന്നായി ഇബാദത്ത് ചെയ്യാൻ അള്ളാഹ് പ്രേരിപ്പിക്കും, അയാൾക്ക് തൗഫീഖ് കൊടുക്കും. എന്താണ് അതിന്റെ ഉദാഹരണം? കഅശ്രി ദിൽഹിജ്ജ, ദിൽഹിജ്ജന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. കാരണം കേട്ടോ, അള്ളാഹ് ഒരു കാര്യത്തെ കുറിച്ച് സത്യം ചെയ്യണമെങ്കിൽ ആ കാര്യം വലിയ കാര്യം. സത്യം എന്നിട്ട് അള്ളാഹ് പറയണമെങ്കിൽ ആ കാര്യം വലുതായിരിക്കണ്ടേ? അങ്ങനെ സത്യം ചെയ്ത കാര്യമാണ് വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രിയും പകലും തന്നെ സത്യം. അള്ളാഹ് അങ്ങനെ സത്യം ചെയ്യണമെങ്കിൽ ഇതിന്റെ കടുപ്പത്ര ചില്ലറയാണ് അത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇനി കുറഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോൾ ദുൽഹിജ്ജ നമ്മളിലേക്ക് എല്ലാ അലസതയും മടിയും നിർത്തിയിട്ട് നന്നായി മരിച്ചു പണിയെടുക്കണം. ഈ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജന്റെ ആദ്യത്തെ 10 ദിവസം സാധാരണ പോലെ പകലായി നമ്മൾ കാണാൻ പാടില്ല. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, മുസാലിമാൻ പറയാം, ഒരാളെ അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാദില, മഹത്വം കൂടിയ സമയങ്ങളിൽ അയാളെ നന്നായി കർമ്മങ്ങൾക്ക് വേണ്ടി അള്ളാഹ് നിയോഗിക്കും. ശരിക്കും പറഞ്ഞാൽ അയാളെ അള്ളാഹു സ്പെഷ്യൽ ഓഫറുള്ള സമയത്ത് സ്റ്റാഫായിട്ട് നിശ്ചയിക്കുന്ന. അതിന്റെ അർത്ഥം എങ്ങനെയാ ശരിക്കും പറഞ്ഞു? മൂപ്പർ അള്ളാഹു സ്പെഷ്യൽ ടീമാക്കും. അള്ളാഹ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ദുൽഹിജ്ജയിൽ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് തൗഫീഖ് ഉണ്ടോ ഇല്ലയോ, നമ്മൾ അള്ളാഹ് കൈവിടൂല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കും. ഈ 10 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണ്. 10 ദിവസങ്ങളിലല്ല, 10 പെരുന്നാളാണ്. 9 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണ്. മുഅക്കദായ സുന്നത്താണ് 8-നും 9-നും. ദുൽഹിജ്ജ 8-നും 9-നും അള്ളാഹ് സത്യം ചെയ്ത 10 ദിവസങ്ങളാണ്. ആ ദിവസത്തിൽ വൽ ഫജ്ർ സൂറത്ത് ഓതൽ സുന്നത്താണ്. ആ ദിവസങ്ങളിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ അധികരിപ്പിക്കൽ സുന്നത്താണ്. ആ ദിവസങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന ദിക്ർ അധികരിപ്പിക്കൽ സുന്നത്താണ്. ഇങ്ങനെ ശ്രേഷ്ഠമായ മുഴുവൻ ദിക്റുകളും എത്രയോണം നമുക്ക് ചെല്ലാൻ പറ്റുന്ന അത്രയും ചൊല്ലി ഈ 10 ദിവസങ്ങൾ ഗംഭീരമാക്കാനാണ് ഇവിടെ പങ്കെടുത്ത മുഴുവൻ മുഅ്മിനാത്തുകളും എടുക്കേണ്ട ഏറ്റവും നല്ല തീരുമാനം. എല്ലാ ദിവസവും ഭയങ്കര ഇബാദത്ത് ചെയ്യാനൊന്നും നമുക്ക് കഴിയൂല, ഉറപ്പാണ് കഴിയൂല. എന്നാലും ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാദില, അള്ളാഹ് ഇഷ്ടപ്പെട്ട സമയത്ത് നമ്മൾ പണിയെടുക്കും. ഇതിനല്ലേ നമുക്ക് സ്പെഷ്യൽ ഡേയ്സ്, സ്പെഷ്യൽ സമയങ്ങൾ, ഓഫർ ഡേകൾ നൽകുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത തന്നെ എന്താന്ന് വെച്ചാൽ, ദുൽഹിജ്ജന്റെ ഒരു പ്രത്യേകത ബാക്കി ഒരു മാസത്തിനും ഇല്ലാത്തൊരു പ്രത്യേകത ഉണ്ട് ദുൽഹിജ്ജ. എന്താ? ഇസ്ലാമിലെ എല്ലാ ഇബാദത്തും ഒത്തുചേരുന്ന മാസം ദുൽഹിജ്ജ മാത്രമാണ്. നിസ്കാരം, ഷഹാദത്ത് കലിമ ഓൾറെഡി മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകും. നിസ്കാരം, നോമ്പ് സുന്നത്താണല്ലോ. സ്വതക്ക, സക്കാത്ത് വർഷാവർഷം ഓരോരുത്തരും ഓരോ വർഷം ആവുന്നതിന്റെ മാനദണ്ഡം ദുൽഹിജ്ജയിൽ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവും. സ്വതക്ക ഉണ്ടാവും. ഹജ്ജ്, ഇസ്ലാമിലെ 5 കാര്യവും മുഅ്മിനീങ്ങളിൽ യോജിക്കുന്ന സാധ്യതയുള്ള മാസം ദുൽഹിജ്ജ മാത്രം. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസത്തേക്കാൾ ഇബാദത്തിന് ശ്രേഷ്ഠമായ വേറെ ദിവസങ്ങളില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾ കളയരുത് എന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ 2 പോയിന്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മയിൽ വരണം. ഈ ദുൽഹിജ്ജ മുതൽ വരുന്ന മുഹറമിലേക്ക് നമ്മൾ ഒരു എൻട്രിയിലേക്ക് കയറുകയാണ്, നല്ലൊരു ജീവിതത്തിലേക്ക് കയറുകയാണ്.
അങ്ങനെ കൂടുതൽ മഹത്വം ഉണ്ട് എന്ന് പറഞ്ഞ് ഈ 10 ദിവസത്തെ പരിഗണിച്ച് കൂടുതൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് നോമ്പും ദിക്റും ഖൈറാത്തും പ്രത്യേകിച്ച് ഉളുഹിയത്തൊക്കെ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ കഴിയും. എല്ലാവർക്കും ഉളുഹിയത്തൊക്കെ കഴിയും. ഇന്ന് ഒരു പള്ളിയിൽ അസറസ്കരിക്കാൻ വേണ്ടി കയറിയപ്പോ 6000 രൂപ ഒരു ഷെയറിന്, നാട്ടിലെ ഇന്ത്യൻ രൂപ, ഈ INR പറ്റുന്നവരൊക്കെ അത് അറക്കണം. നാളെ ആഖിറത്തില് ആ വാഹനത്തില് എല്ലാരും മുട്ടിലും കാലിലും കയ്യിലൊക്കെ ഇഴഞ്ഞിഴഞ്ഞ് വിയർപ്പിൽ കുളിച്ചു പോകുമ്പോ പാട്ടും പാടിയിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. ഉളുഹിയത്തർത്താണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കഴിവ് പോലെ അതിലൊക്കെ നമ്മൾ കൂടണം. ഒരു ഓഹരിക്കാണെങ്കിൽ അങ്ങനെ കൂടാൻ നമുക്ക് പറ്റണം. മഹാനായ ദാവൂദ് നബി അലിഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലിഹിസ്സലാത്തു വസ്സലാം ഒക്കെ നന്മന്റെയും തിന്മന്റെയും തുലാസ് കണ്ടപ്പോ അത്ഭുതപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, എന്തിനാ റബ്ബി ഇത്ര വലിയ തുലാസാക്കിയത് അല്ലെ? എന്നാൽ നന്മന്റെ തട്ട് വളരെ വേഗത്തിൽ ഒരമല് വെച്ചാൽ തന്നെ നിറയുന്ന 10-11 അമലുകളെ കിതാബിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അത്തരം നന്മകൾ നന്മന്റെ തട്ടിൽ വെച്ചാൽ മതി, ബാക്കി നന്മകൾക്കൊന്നും വെക്കാൻ സ്പേസ് ഇല്ലാത്ത വണ്ണം അത്രയും വലുതാണ് എന്ന് തോന്നിപ്പിക്കാനാണ് പറയുന്നത്. അതിൽപ്പെട്ടൊരു ഇബാദത്തുണ്ട്. എന്താ? നന്മന്റെ തട്ടിൽ വലിയ ഭാരം ഉള്ള അമലുണ്ട്. എന്താണെന്നറിയോ? ഉളുഹിയത്താണ്. ഉളുഹിയത്ത് അറുത്തിട്ട് ആദ്യത്തെ രക്തം താഴെ ഉറ്റുമ്പോഴേക്ക് അയാളെ നന്മന്റെ തട്ട് നിറഞ്ഞിട്ടുണ്ടാവും. ഇമാമിങ്ങൾ അത് കിതാബിൽ ഹദീസ് വിശദീകരിച്ച് എഴുതി വെക്കുന്നു. എന്തപ്പോ ഉളുഹിയത്ത് അറുത്താല് ഓഹരിക്ക് കൂടിയാല്, അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാവോ? ആരുണ്ടാവോ? നമുക്ക് ഉറപ്പുണ്ടോ? ദുൽഹിജ്ജയില് ആജിക്കമാർക്ക് പറഞ്ഞ പണിയാണ് ഉളുഹിയത്ത് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും പറ്റൂലേ? ഒരു 6000, 7000, 8000, 9000 നാട്ടിലെ കണക്കനുസരിച്ച്. മാട്ടൂൽ മനുഷ്യൻ തന്നെ ഒരു പ്രോഗ്രാമിൽ ഇതേപോലെ മുമ്പ് റമദാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോ, റമദാനിൽ ഉംറക്ക് പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്ത കൂലിയാണ് എന്ന് പറഞ്ഞപ്പോ എത്ര മനുഷ്യന്മാരാ ആ ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞറിയോ? ഇത് കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിന്റെ കൂടെ ഹജ്ജ് ചെയ്ത കൂലിയല്ലേ ഉസ്താദേ, ഈ പ്രാവശ്യം ഞാൻ പോകുന്നു. എത്ര മനുഷ്യന്മാര്! അങ്ങനത്തെ മനുഷ്യന്മാരാണ് ഇന്നും പങ്കെടുത്തിട്ടുള്ളത് എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ എവിടെയും ഉളുഹിയത്ത് അർത്ഥം കൊടുക്കണമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാട്ടിൽ, നിങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് കൂടിയാൽ മതി. ഒരു ഓഹരിക്കും എത്ര വലിയ കാര്യമായിരിക്കും. എന്താ അതിന്റെ ഓഫർ ഹദീസിൽ വന്നത്? നന്മന്റെ തട്ടിൽ ഉളുഹിയത്ത് എന്ന കർമ്മം വെച്ചാൽ ആ നന്മന്റെ തട്ട് നിറയും. എത്ര ഏതാ ഈ നന്മന്റെ തട്ട് എന്ന് പറഞ്ഞാൽ? 7 ആകാശവും 7 ഭൂമിയും നന്മന്റെ തട്ടിൽ വെച്ചാല് വലിയ ചെമ്പ് പാത്രത്തിൽ ഒരു കോയിൻ ഇട്ട പോലെ ഉണ്ടാവുള്ളൂ. അത്രയും വലിപ്പുള്ള നന്മന്റെ തട്ട് നിറക്കാൻ പറ്റുന്ന അമലാണ് ഉളുഹിയത്ത്. അത് അറക്കാൻ പറ്റിയ മാസമാണ്, അത് അറക്കേണ്ട മാസമാണ് ദുൽഹിജ്ജ എന്ന് പറയുന്നത്. അത് ഉദ്ദേശിക്കുന്നവർ നേരത്തെ തന്നെ നഖം, മുടിയൊക്കെ ദുൽഹിജ്ജ തുടങ്ങുന്നതിനും വില കളഞ്ഞാൽ മതി. ദുൽഹിജ്ജ 1 മുതൽ അതൊന്നും എടുക്കരുത്. ദുൽഹിജ്ജ 1 മുതൽ ആടുനാടുകളൊക്കെ കാണുമ്പോൾ ഉളുഹിയത്ത് അറക്കാൻ പറ്റുന്ന ജീവികളൊക്കെ കാണുമ്പോ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി സുന്നത്താണ്. അല്ലാഹു അക്ബർ, അങ്ങനെ നടക്കണ്ട. ഈ പോത്തിനെ തോന്നി അങ്ങനെ വേണ്ട, ഒറ്റ തക്ബീർ മാത്രം തന്നെയാണ് അല്ലാഹു അക്ബർ. അങ്ങനെ തന്നെയാണ്. ഈ മൃഗത്തിനെ ഉളുഹിയത്ത് അറക്കട്ടെ അറക്കാതിരിക്കട്ടെ, അറക്കാൻ പറ്റുന്ന ഏതൊക്കെ ജീവികളെ കാണുന്നുണ്ടോ അപ്പോഴൊക്കെ തക്ബീർ അടിക്കൽ സുന്നത്താണ്. ഈ പോത്തിനെ അല്ലെങ്കിൽ ഈ പശുവിനെ അറക്കുന്നൊന്നും ഉണ്ടാവില്ല. മറിച്ച് അത് ആ വീട്ടിലെ വളർത്തു മൃഗമായിരിക്കും. ആയിക്കോട്ടെ, ഈ കൊല്ലം അറക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും നോക്കണ്ട. അറക്കാൻ പറ്റുന്ന പോസിബിലിറ്റി ഉള്ള ജീവികളൊക്കെ കാണുമ്പോ അല്ലാഹു അക്ബർ ചൊല്ലുക. അങ്ങനെ ദുൽഹിജ്ജന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എന്തെല്ലാം ഖൈറാത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ചെയ്യും. എന്നിട്ട് നമ്മളിങ്ങനെ തീരുമാനിക്കാം, ഈ ദുൽഹിജ്ജന്റെ 10 ദിവസം ചെയ്യുന്ന കർമ്മത്തെക്കാൾ കൂടുതൽ കൂലി വേറെ ഇല്ലാന്നല്ലേ പറയുന്നില്ലേ ഹദീസ്? തൊബ്രാനിന്റെ ഹദീസ് ഉസ്താദ് ഓതിയല്ലോ അല്ലെ, ബൈഹഖീന്റെ ഹദീസ് വിശദീകരിച്ചല്ലോ അല്ലെ. ഇങ്ങനെ അപ്പൊ നമ്മൾ ചിന്തിക്കുക,
ഈ 10 ദിവസം കൊണ്ട് ഒരു ഖത്ത് ഓതി തീർത്താലോ? വെറുതെ ചിന്തിക്കും. ഈ 10 ദിവസം കൊണ്ട് എന്തെങ്കിലും ടാസ്ക് പൂർത്തിയാക്കിയാലോ? അങ്ങനെ നമ്മളോട് തന്നെ ആലോചിക്കും. ഇത്രയും മഹത്വമുള്ള ഒരു ദിവസം വേറെ ഇല്ലെന്ന് അയിമ്മത്ത് എഴുതി വെക്കണമെങ്കിൽ, ഇമാമുമാർ പറയണമെങ്കിൽ എത്ര വലിയ ഏരിയ ആയിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, ദാവൂദ് നബി അലൈഹി സ്വലാം ഈ നന്മന്റെ തുലാസ് കണ്ടപ്പോ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ റബ്ബേ ഇത്രയൊക്കെ വലിയ തുലാസ് വെച്ചേക്കണത്? ഇതൊക്കെ മനുഷ്യന്മാർക്ക് നടക്കാൻ കഴിയോ? എങ്ങനെയാണ് ഈ മനുഷ്യന്മാർ ഇതൊക്കെ നടക്കുക? എന്തിനാണ് അവരെ കഷ്ടപ്പെടുത്തുന്നത് എന്ന അർത്ഥത്തിലാണ് ചോദിക്കണം. അപ്പൊ അള്ളാഹ് ദാവൂദ് നബിനോട് അലൈഹിസ്സലാം സിമ്പിളായ മറുപടി പറയുന്നു. എന്താണെന്നറിയോ? ദാവൂദ് നബിയെ, അത് നിറയാന് വലിയ പണിയൊന്നുമില്ല. അതിനങ്ങനെ വലിയ വലിപ്പുണ്ടെന്നേ ഉള്ളൂ. സംഭവം അതെന്ന് അറിയാൻ വലിയ പണിയില്ല. അപ്പൊ ദാവൂദ് നബി അതെ, എന്റെ തൃപ്തിയോടെ ഉള്ള ഒരു അടിമയാണെങ്കിൽ, എന്റെ തൃപ്തി കിട്ടിയ ഒരു അടിമയാണെങ്കിൽ ചങ്ങായിന്റെ കയ്യിൽ ഒരു ചെറിയ ഈത്തപ്പഴം ഉണ്ടായാൽ മതി. അത് വെച്ചാൽ തന്നെ അത് മൂപ്പൻ എന്റെ തൃപ്തിയിലേക്ക് സെലക്ട് ചെയ്തായിരുന്നു. മൂപ്പൻ എന്റെ തൃപ്തിയുള്ള അടിമയാണ്. എന്റെ ഇഷ്ടം കിട്ടിയ മോനാണെങ്കിൽ ചങ്ങായിക്ക് അങ്ങനെ വല്ല ജഗതിന്റെ സ്വത്തും 45 പള്ളി എടുത്ത് അതൊന്നും വേണമെന്നില്ല. ഒരു ചെറിയ ഈത്തപ്പഴം അത് മതി. പക്ഷെ ഒരു മാനദണ്ഡം എന്താന്ന് വെച്ചാല് എന്റെ തൃപ്തിപ്പെട്ട ഗ്രൂപ്പിൽപ്പെട്ട ആളായിരിക്കും. ഒരു ഈത്തപ്പഴം അവിടെ വെച്ചാല് നിങ്ങൾ ഈ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ തുലാസ് ഉണ്ടല്ലോ, നിറയും പാരാവും. മൂമിനിങ്ങളെ, ഇനി നമ്മൾ ആലോചിച്ചേ, മാനദണ്ഡം എന്താന്ന് മനസ്സിലായില്ലേ? അള്ളാന്റെ ഇഷ്ടം കിട്ടല, വേറെ ഒന്നല്ല കേട്ടോ. നാട്ടുകാർ ഭയങ്കര ഇബാത്താന്ന് പറയലൊന്നല്ല. അള്ളാന്റെ ഇഷ്ടം കിട്ടല വലിയ കാര്യം. അള്ളാഹ് നമ്മൾ ഇഷ്ടപ്പെടുന്നു. ഇത് പറയുമ്പോൾ നമുക്ക് പേടിയാണ്. രണ്ട് ഓപ്ഷനല്ലേ ഉള്ളൂ. ഒന്നിക്കൽ അള്ളാഹ് നമ്മൾ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെടൂല, ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക. എന്തായിരിക്കും ഉണ്ടാവുക? നീ പുറത്തേറണേ റബ്ബ്, നീ നമ്മളെ നന്നാക്കണേ റബ്ബ്, നിന്റെ ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മളെ പെടുത്തണേ റബ്ബ്. പേടണ്ടേ മുഅ്മിനീങ്ങളെ? നമുക്ക് പെടണം. അതിനല്ലേ ഈ ദുൽഹിജ്ജ് അള്ളാഹ് തരുന്നു. ഹുസ്നുൽ ഇനാബ എന്ന് പറയുന്ന കിതാബിലുണ്ട് ഒരു ദിവസത്തിന്റെയും കാലത്തിന്റെ ഒക്കെ മഹത്വം ആ ദിവസത്തിലല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, ആ ദിവസം വരുന്നതിന്റെ മുമ്പാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ബറാത്ത് രാവിന്റെ മഹത്വം ബറാത്തിലല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, ബറാത്തിന്റെ മുമ്പുള്ള ദിവസം. അതല്ലേ മാട്ടൂൽ മനുഷ്യന്റെ കമ്മിറ്റിക്കാർ അങ്ങനെ തീരുമാനിച്ചത്. നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇത്. നമുക്കൊരു 2-3 ദിവസം മുന്നേ കിട്ടിയില്ലേ ക്ലാസ്? ഇനി ദുൽഹിജ്ജനെ മുതലാക്കണം. സാധാ പോലത്തെ ദിവസമാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ക്ലാസ്സിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു? എന്തിനു പോയി ക്ലാസ്? എന്താ കൊണ്ട് കാര്യം? അള്ളാഹ് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ട്. എന്റെ തൃപ്തി കിട്ടിയില്ലെങ്കിൽ ചങ്ങായിന്റെ കയ്യില് വലിയ സാധനം വേണ്ട, ഒരു ചെറിയ ഈത്തപ്പഴം ഉണ്ടായിരുന്നു. അള്ളാഹ് തൃപ്തിപ്പെടണേ. അവിടെ ഷെഹറാനിമാൻ പറയുന്ന ഒരു വിശദീകരണം കേട്ടാൽ കരഞ്ഞു. ഷെഹറാനിമാൻ പറയുന്ന കാര്യം എന്താണ്? അള്ളാഹ് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാല് മൂപ്പരെ എങ്ങനെങ്കിലും അള്ളാഹ് ഈ ഭാഗത്ത് ചെയ്യിപ്പിക്കും എന്ന് പറയും. എങ്ങനെയൊക്കെ ചെയ്യും? ഈ മടിയന്മാർ ഒന്ന് നീ ഒന്ന് അടിച്ച് ശരിയാക്കി തരണമെന്ന് നമുക്കുള്ളിന്റെ ഉള്ളിൽ അല്ലാന്ന് പറയാം. തഹജ്ജുദും ദുഹയും വിത്തറും ഇതൊക്കെ അവ്വാബിനൊക്കെ നമുക്ക് കൊണ്ടുവരാം. മതിയാക്ക ഈ സോഷ്യൽ മീഡിയ മതിയാ. മദീന എത്ര കാര്യം വിരാതം തോന്നും. ഇതിനെ കൊണ്ടൊന്നും ഒരു കാര്യം. അള്ളാഹ് നമ്മളെ തെറ്റുകുറ്റങ്ങളൊക്കെ അന്ന് പുറത്തേർത്ത് അങ്ങനെ ഇതാ മൂന്നാമത്തെ തന്നെ. ഇതന്നെ എല്ലാം അള്ളാന്റെ തൃപ്തി, ഇഷ്ടം കിട്ടലല്ലേ ഏറ്റവും വലിയ കാര്യം. അതല്ലേ ഏറ്റവും ടോപ്പ്. നാലാമത്തെ കാര്യം, 2 കാര്യം കൂടി പറഞ്ഞ ക്ലാസ്. നാലാമത്തെ, നമുക്ക്
ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങളോടും ഭയങ്കര ഇഷ്ടം വരണം, ഇബാദത്തുകളോട് ഇഷ്ടം വരണം. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ ഹലാലല്ലാത്തൊന്നും വയറ്റിനുള്ളിൽ വരൂല എന്ന് തീരുമാനിക്കും. ചില സ്ഥലത്തില് നമുക്ക് തന്നെ അറിയാം, മിക്കവാറും മുസ്ലിമീങ്ങൾ മാത്രം താമസിക്കുന്ന നാടാണ്. ചിക്കൻ എന്തായാലും അറക്കാൻ സാധ്യതയുണ്ട്. എന്നാലും പച്ചക്കറി ഉണ്ടെങ്കിൽ പച്ചക്കറി കൂട്ടിക്കളി, അഥവാ കുടുങ്ങിയാലോ. സ്വാലിഹായ അമൽ ഒരാൾക്ക് ചെയ്യണമെന്ന് തോന്നണം എങ്കിൽ അയാളെ വയറ്റില് ഹലാലല്ലാത്ത എന്തും കൊണ്ട് വന്നില്ലെങ്കിൽ അയാൾ കുടുങ്ങുന്നത് പറഞ്ഞു. ഏറാനിമ പറഞ്ഞത് അറബിയല്ല. ഇബാദത്തിനോടൊക്കെ ഭയങ്കര രസമാണ്. നമ്മളെ ഉമ്മാമ്മമാരെയും ഉപ്പാപ്പമാരെല്ലാം ആലോചിക്കുമ്പോ നമ്മൾ ഓർമ്മ തമ്മിലുള്ള വ്യത്യാസം അതാണ്. എത്രയാ ഓർക്ക് ഇബാദത്ത്, എത്രയാ ഇബാദത്ത്. ഞാനിപ്പോ ഈ വാഴ്ന്ന് കഴിഞ്ഞിട്ട് വരുമ്പോ ലാസ്റ്റ് മജ്‌ലിസിൽ ദ്വാരക്കുമ്പോ മുമ്പിൽ കുറെ പ്രായമുള്ള മനുഷ്യന്മാരുണ്ട്. ചില മനുഷ്യന്മാര് വടിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എങ്ങനെയാ തണുപ്പത്ത് അവരിയ്ക്കുന്നാവും. ദ്വാരക്കുന്ന സമയത്ത് ആ ചുളിഞ്ഞ മുകളിലത്തെ കവിൾത്തടത്തിലൂടെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. നമുക്കെന്ത് കരിച്ചത്. ഓർക്ക് ളുഹ കുറവുണ്ടാവും, തഹജ്ജുദ് കുറവുണ്ടാവും, ഓർക്ക് ഖുർആനിലെ സബുൽ മുഞ്ചിയാത്ത് കുറവുണ്ടാവും. ഓറെ മനസ്സായി മാറണം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ രസത്തിൽ ചെയ്യണം. ഇബാദത്ത് അതാണ് നാലാം. അതിനാണ് മാർഗം പറഞ്ഞത്. അതിസൂക്ഷ്മത, വെറും സൂക്ഷ്മത അല്ല, അതിസൂക്ഷ്മത വേണം നമ്മളെ വയറ്റിലേക്ക് എത്തുന്ന. വയറ്റിലെത്തുന്ന ഫുഡിൽ അത് ചിലപ്പോ മൗലിദിന്റെ ചീരണിക്ക് കിട്ടിയ ചിക്കൻ റോൾ ആയിരിക്കും. എന്നാ പോലും ഒന്ന് ഉള്ളിന്റെ ഉള്ളിലൂടെ നേരെ വിഷമില്ലാത്ത രീതിയിൽ അന്വേഷിച്ച് നോക്കുക. ഓക്കെയാണ്, ആ കടയിൽ നിന്നല്ല, അങ്ങനെ പ്രശ്നമില്ല. കുറച്ചു കാലം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എന്നാലും ഒരു സൂക്ഷ്മത നമുക്ക് ഉണ്ടായി. അവന്ന് ഇവിടെ നോക്കിയാൽ നടക്കൂല എന്ന് പല ചുറ്റുവട്ടത്തും നിങ്ങൾ കേൾക്കും. അതുകൊണ്ടല്ലേ അത് സൂക്ഷ്മത ആയത്. നിർബന്ധമല്ലല്ലോ, വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി ഇതല്ലേ പറയുന്നുള്ളൂ. സൂക്ഷ്മതയും നിർബന്ധവും എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. നമ്മളപ്പുറത്തുള്ള ആള് ചിക്കൻ അടിച്ച് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നുണ്ട്, നമ്മൾ അയാളെ എതിർക്കാൻ പറ്റില്ല. കഴിച്ചോട്ടെ, അതിനിപ്പം പ്രശ്നം. നമുക്ക് ഇബാദത്ത് ടേസ്റ്റിൽ ചെയ്യാൻ പറ്റും. അതിന് പറയല് ഹലാവത്ത് എന്നാണ്. ഹലാവത്ത്. അതാണ് ഒരു മഹാൻ പറയുന്നത്. എനിക്ക് ജീവിതത്തിലെ ഏറ്റവും ടെൻഷന് സുബി കൊടുത്ത് നിൽക്കുമ്പോഴാണ്. നേരെ കേട്ട നമുക്ക് തോന്നും നമ്മളെ പിള്ളേർ ഉറക്കത്ത് നിന്ന് സുബിക്ക് എണീക്കേണ്ട വിഷമം വിചാരിച്ചിട്ടായി പറയണത്. അല്ലല്ല. പിന്നെന്താ പറയാ, തഹജ്ജുദിൽ അള്ളാഹിനോടുള്ള വർത്താനം നിർത്തേണ്ട സമയമായില്ലേ. ഓറ് പറയുന്നുണ്ട്, തഹജ്ജുദ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ദുനിയാവ് ഇഷ്ടമല്ല, തഹജ്ജുദ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത്. അതാണ് സൂഫിയാക്കള് പറയണത്. തഹജ്ജുദിൽ നമുക്ക് കിട്ടുന്ന ടേസ്റ്റ് എങ്ങാനും ഈ നാട്ടിലെ രാജാക്കന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ നമ്മളെ തല വെട്ടിയിട്ടെങ്കിലും ആ ടേസ്റ്റ് എടുക്കുമായിരുന്നു. പക്ഷെ അവർക്ക് ഈ ടേസ്റ്റ് അറിയാത്തോണ്ടാണ്. അപ്പൊ എന്തായിരിക്കും ആ ടേസ്റ്റ്? അതാണ് ആ ചില മഹാന്മാര് പറയണത്. നിനക്ക് എന്താ ഖുറാനിൽ വലിയ ആയത്ത് സൂറത്ത് ഇറക്കിയാല് റബ്ബെ, ആകെയുള്ളത് അൽബക്കറ ആല ഇമ്രാന്, ഈ അൽബക്കറെല്ലാം ഓതി തീർന്ന് റബ്ബേനെ പറയും. ടേസ്റ്റ് കിട്ടണം, ടേസ്റ്റ് ഭയങ്കര. അതിന് ടേസ്റ്റ് എന്നെല്ലാം പറഞ്ഞ എന്ത് ടേസ്റ്റ്. അറബി ഭാഷക്ക് അർത്ഥം വെക്കാന് ഷെയ്ഖ് സുബൈർ ഷേക്സ്പിയറിന്റെ ഇംഗ്ലീഷ് കൊണ്ടും എഴുത്തച്ഛന്റെ മലയാളം കൊണ്ടും കഴിയൂല. അത് കിതാബന്നെ തിരിയണം. അതിന്റെ ടേസ്റ്റ് എന്നൊന്നും പറഞ്ഞു ഒന്നും ആവില്ല. ഹലാവത്ത്, ഹദീസ് ഉപയോഗിച്ചവ ഹലാവത്ത്. ആ ചില മഹാന്മാര് റമദാന്റെ പകല് ഖുർആൻ ഓതാണ്ട് കൂടുതൽ സമയം രാത്രി ഓതുന്നുണ്ടപ്പോ അവരോട് ചോദിച്ച എന്താ ഓതാത്ത പകല്. ഈ സ്വർഗത്തിനെ കുറിച്ചൊക്കെ ആയത്ത് പറയുമ്പോ അതിന്റെ ഫ്രൂട്ട്സിന്റെ രസം എന്റെ നാവിൽ ഇറങ്ങിയിട്ട് നോമ്പ് മുറിഞ്ഞക്കോ എന്നുള്ള പേടി കൊണ്ടാണ് രാത്രി ഓതുന്നത്.
എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നുണ്ടാവും. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വർഗത്തിന്റെ ഫ്രൂട്ട്സിന്റെ കുലകൾ ഇങ്ങനെ താണ് ഇരിക്കുന്നവന്റെ വായിലേക്കും നിൽക്കുന്നവന്റെ കയ്യിലേക്കും വരുമെന്ന് ആയത്ത് ഓതുന്ന കേട്ടപ്പോ സഹീൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി തങ്ങൾ ഓതുമ്പോ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ വേക്കോട്ടേക്ക് എന്നോ നിസ്കാരം കഴിച്ച് ശിഷ്യന്മാര് ചെറുസ്താദേ, അത് ആ മുന്തിരിത്തോട്ടം അള്ളാഹു എനിക്ക് അതിന്റെ കുലകൾ ഇറക്കി തന്നു. ഞാൻ കരുതി നിസ്കാരത്തിൽ തന്നെ തിന്നാലോ, പിന്നെ വിചാരിച്ച എന്തായാലും സ്വർഗത്തിൽ പോകണ്ടല്ലേ, അത് എന്നേരം തിന്നാന്ന് വിചാരിച്ചു. പിന്നെ നിർത്തിയത് വേണ്ടാന്ന് വെച്ചതാണ്. മനുഷ്യന്മാരെ കുറിച്ചുള്ള കഥയാണ് നമ്മൾക്ക്. ഇബാദത്ത് രസാക്കണം, ഇബാദത്തിനെ ആനന്ദമാക്കണം, ഇബാദത്തിനെ ടേസ്റ്റ് ആക്കണം. ഉമർ റളിയല്ലാഹുവിന് കുറെ നേരം നിസ്കരിച്ചിട്ട് മടി തോന്നിയാല് ഈ ചുമരിന് ഫിറ്റാക്കി വെച്ച ചാട്ടവാറുകൊണ്ട് ഉമർലാന് 2 അടി കൊടുക്കും കാലിന്. ഈ സ്മേരിയാനിക്ക് നിക്കറാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുമത്ര. അവരൊക്കെ ഉമർലാനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ വിത്തർ ഡിലേ ആക്കി നിസ്കരിക്കുന്നത്, രാത്രി ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കുന്നത്, അഥവാ ഉറങ്ങിപ്പോയാലോ? ഉമർലാന് പറയാ, ഉമർ ഉറങ്ങുന്നതൊന്ന് കാണണം. ഉമറ് ഉറങ്ങുന്നതേ ഒന്ന് ഉമർന്ന് കാണണം, നോക്കാലോ, ഉറങ്ങോ ഇല്ലയോ നോക്കാലോ. അവർക്കൊക്കെ ഈ ഭാഗത്ത് ടേസ്റ്റ് പിടിച്ച് തലക്ക് പിടിച്ചത്. കടമ നിർവഹണം വരില്ല. കടമ നിർവഹണം ഇബാദത്ത് ടേസ്റ്റ് പിടിച്ച് ഈ ദുൽഹിജ്ജയിലൂടെ നമുക്ക് തുടങ്ങാൻ മുമ്പിരിക്കണം. നമുക്ക് തുടങ്ങാം, അള്ളാഹ് നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മൾ വിശ്വസിക്കും. വല്ലദീന ജാഹദു ഫീന, ഓതാൻ കഴിയൂലവർ. വല്ലദീന ജാഹദു ഫീന, നമ്മളെ മാർഗത്തിൽ ഒരുത്തൻ പ്രവേശിച്ചാൽ ലനഹ്ദിയന്നഹും സുബുലന, അവന്റെ വഴികൾ ഞാൻ എളുപ്പാക്കി കൊടുക്കുന്ന അള്ളാഹ് പറയും. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അള്ളാഹു നമ്മളെ കബൂലാക്കും. അതാണ് 4. 5 നമുക്കെല്ലാവർക്കും ഹജ്ജിന് പോകും ഇൻഷാ അല്ലാഹ്. ഹജ്ജിന് ഈ പങ്കെടുത്ത എല്ലാവർക്കും നീ തൗഫീഖ് ആക്കണേ റഹ്മാൻ. അതിന്റെ വഴികൾ നീ എളുപ്പാക്കണേ റഹ്മാൻ. നമ്മളെല്ലാരും വരുന്ന ഏതെങ്കിലും 2-3 കൊല്ലത്തിനുള്ളിൽ പോകാൻ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല തീരുമാനം, ഒരു സ്ട്രോങ് ഡിസിഷൻ, നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹ് എന്തായാലും എത്തിക്കും. ഒരു ചെറിയ മോന് അല്ലെങ്കിൽ മോള് എന്നാണ് കിതാബിലുള്ളത്, ഒരു ഭയല്ലാണ്. വാപ്പാനോട് ചോദിച്ചു, വാപ്പ എവിടെ പോണത്? ഹജ്ജിന്. ഹജ്ജ് എന്ന് പറഞ്ഞ എന്തുപ്പാ? ഹജ്ജ് എന്ന് പറഞ്ഞാല് മക്കത്ത് നോക്കും. മക്കത്ത് എന്താ ഉള്ളത് വാപ്പ? മക്കത്തുള്ളത് കഅബ. കഅബ എന്ന് പറഞ്ഞാൽ എന്തപ്പാ? കഅബ എന്ന് പറഞ്ഞാല് അള്ളാന്റെ വീട്. അപ്പോ ആ കുട്ടീന്റെ മനസ്സിൽ തോന്നുന്നതേ, ഉമ്മാരെ വീട്ടിൽ ഉമ്മ ഉണ്ട്, ഉസ്താദിന്റെ വീട്ടിൽ ഉസ്താദ് ഉണ്ട്, ഇക്കാക്കന്റെ വീട്ടിൽ ഇക്കാക്കുണ്ട്, അപ്പൊ അള്ളാന്റെ വീട്ടില് അള്ളിയുണ്ടാവും എന്ന് ആ കുട്ടിക്ക് സ്വന്തം തോന്നി. ആ ആഗ്രഹത്തില് ഉപ്പാനോട് വാശി പിടിച്ച് ഹജ്ജിന് മുമ്പ് കൂട്ടോ. മോളെ ചെറുപ്പത്തില് എങ്ങനെ കുടുംബക്കാർ ചെറുപ്പം. അങ്ങനെ ആ കുട്ടിനെ കൂട്ടിയിട്ട് തന്നെ പോയി. അവിടെ എത്തി കഴിച്ചു. എടാ അവന് ഭയങ്കര ബേജാറായി. അപ്പൊ അള്ളാന്റെ ഭാഗത്തുനിന്ന് ശരീരം വന്നു. നീ കഅബ കാണാൻ വേണ്ടി വന്നു, കണ്ടല്ലോ. നിന്റെ മോളെ എന്നെ കാണാൻ വേണ്ടി വന്നു, കണ്ടു, മരിച്ചു. ഇതാണ് ഹജ്ജ്. എന്താണ് ഹജ്ജ് എന്ന് വെച്ചാൽ ഇതാണ് ഹജ്ജ്. അല്ലെങ്കിൽ പിന്നെ കഅബയും മറ്റു പള്ളിയും തമ്മിൽ എന്താ വ്യത്യാസമുണ്ട്? വ്യത്യാസം പറയും. എന്താ വ്യത്യാസം? കോടിക്കണക്കിന് മനുഷ്യന്മാര് തിരിഞ്ഞ് നിസ്കരിക്കുന്ന കഅബ കണ്ടിട്ട് നമ്മൾ ദ്വാരക്കുന്ന ഒരു ദ്വാ ഉണ്ടല്ലോ, അള്ളാഹ്ക്ക്
അല്ല തട്ടൂല. അത് എങ്ങനെയുള്ള തട്ടല്? എങ്ങനെയുള്ള തട്ടല്? ഏത് നബിയാടെ വരാത്തുള്ളത്? ഏത് മലക്കാടെ വരാത്തുള്ളത്? ഏത് സ്വാലിഹായ മനുഷ്യനവിടെ എത്താത്തുള്ളത്? ആ കാഴ്ച കണ്ടിട്ട് നമുക്ക് വേർക്കണം, നന്നാവണം, മക്കത്തെത്തണം, ഹജ്ജിനെത്തണം, ഹജ്ജിന് തന്നെ എത്തണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന്റെ വഴി എളുപ്പമാക്കി തരട്ടെ. പിന്നെ ചെയ്യാം എന്ന് ചിന്തിക്കരുത്. നമുക്ക് വേഗത്തിൽ പോകാൻ പറ്റും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് നമുക്ക് എപ്പോഴും ഉള്ളിനുള്ളിൽ നല്ല ആഗ്രഹം വെറുതെ ചൊല്ലിയിട്ട് ദ്വാരക്കണം. ഖാജ മനസ്സിലാക്കിയ ദ്വാരം പറ്റുമെങ്കിൽ ഖാജ തങ്ങളുടെ അടുത്തൊന്ന് സിയാറത്തിനൊക്കെ പോയി വന്നാൽ വേഗം മദീനത്തും മക്കത്തൊക്കെ എത്താൻ പറ്റും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദുൽഹിജ്ജ നമ്മളെ കഴുകി ശുദ്ധിയാക്കാൻ ആദ്യത്തെ 10 ദിവസങ്ങൾ നന്മകളുടെ ഭാരമുള്ള ഒരു 10 ദിവസമാക്കി മാറ്റാൻ ഈ ക്ലാസ് നിമിത്തമാവും, കാരണമാകും. എനിക്ക് ഇനിയും സഞ്ചരിച്ചിട്ട് വേണം നാട്ടിലെത്താൻ. രാവിലെ പതിവായി നടക്കാറുള്ള പോലെ വെള്ളിയാഴ്ച ICF മുസഫിന്റെ പ്രോഗ്രാം നടക്കാനുണ്ട്. അതിന്റെ ഒരു പ്രിപ്പറേഷനും നടത്തണം. ഞാൻ എന്റെ ക്ലാസ് അവസാനിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റലിലുള്ളവർ, അങ്ങനെ പലരും നാട്ടിൽ മനുഷ്യവുമായി ബന്ധപ്പെട്ട അടുത്ത ഭാരവാഹികളുടെ പലരുടെയും എല്ലാവർക്കും അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകുന്നതാവട്ടെ. ആജിലായ ശിഫ നൽകണേ റഹ്മാൻ. നമുക്ക് വെള്ളിയാഴ്ച രാവായതോ ഒരു 10 സ്വലാത്തിന് വേണ്ട, ഒരു 11 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചൊല്ലിയിട്ട് നിന്നോട് ദ്വാരക്കുന്ന ഈ നമ്മളെ തട്ടിക്കളയല്ല റഹ്മാനെ. നമുക്കെല്ലാവർക്കും ബർക്കത്ത് ചെയ്യുന്നതല്ലോ. നമ്മളെ മക്കളെ നീ സ്വാലിഹീകളാക്കി നമ്മുടെ എല്ലാവരുടെയും സർവ്വ ഹറാമുകളും കൊടുത്ത് നമ്മുടെ തൗബ നീ സ്വീകരിക്കുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നീ വലിയ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. ഒരുപാട് കാര്യങ്ങൾ ദുആ ചെയ്യാൻ ടെക്സ്റ്റ് ചെയ്തവരുണ്ട്, പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ ബർക്കത്ത് നൽകണമല്ല. അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കുന്നതല്ല. നമുക്കെല്ലാവർക്കും ഹജ്ജും സിയാറത്തിന് തൗഫീഖ് നൽകണമല്ല. ഈ വർഷം ഹജ്ജിനെത്തിയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകൾ നീ നല്ല ആഫിയത്തോടെ ഹജ്ജും ചെയ്യാൻ സിയാറത്ത് തൗഫീഖ് ആക്കണേ റഹ്മാൻ. അവിടെ പങ്കെടുത്ത എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണമല്ല. ഡെലിവറിക്ക് പോകുന്നവർക്ക് നല്ല സുഖപ്രസവം നൽകണമല്ല. കടങ്ങളുള്ളവർക്ക് ഒട്ടിക്കൊടുക്കണേ റഹ്മാൻ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബർ സ്വർഗ്ഗാക്കണേ റഹ്മാൻ. ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഒരു രോഗം നമുക്കാർക്കും നൽകേണ്ട റഹ്മാൻ. രോഗികൾ പലരും, എല്ലാവർക്കും നീ ശിഫ നൽകണേ. നമ്മളെല്ലാവരെയും ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കുന്ന ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നീ ഖൈർ ബർക്കത്ത് പ്രദാനം ചെയ്യണേ പറഞ്ഞു. ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകണം. നമ്മുടെ കണ്ണുകൊണ്ട് ചെയ്തു പോയ സർവ്വ ഹറാമും എല്ലാ ഹറാമുകളും നീ പുറത്തേർന്ന റഹ്മാൻ. നമ്മൾ ആരെങ്കിലും വഷളാക്കേണ്ട റഹ്മാൻ. ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാൻ. ഈമാൻ സലാമത്താക്കി തരണേ റഹ്മാൻ. നമ്മുടെ ഈ സഅയൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാൻ. അല്ലാഹ് ഇത്ര കാലം മുസ്ലിമായി ലാസ്റ്റ് ഇബ്ലീസ് കൊടുത്തേക്കല്ല റഹ്മാൻ. നമ്മളെ നന്നാക്കണേ. ഇതിന്റെ സംഘാടകർക്ക് നീ വലിയ ബർക്കത്ത് ചെയ്യുന്ന റഹ്മാൻ. നമ്മുടെ ഈമാൻ അല്ലാഹ് എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ബർക്കത്ത് എന്താ നമുക്ക് പറയേണ്ടതെന്ന് അറിയില്ല.
നമ്മുടെ ഈമാൻ സലാമത്താക്കണം. ഈമാൻ സലാമത്താക്കണം. ഇവിടെ പങ്കെടുത്ത എല്ലാവരുടെയും ഉദ്ദേശങ്ങളും ടെക്സ്റ്റ് ചെയ്ത് പലതും പറഞ്ഞു. എല്ലാം വിവാഹം ശരിയാവാൻ എല്ലാവരുടെയും ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കും. ഈ വെള്ളിയാഴ്ച രാവ് നിന്റെ മുന്നിൽ നീട്ടിയത് തട്ടിക്കളയല്ലേ അല്ലോ. ഭർത്താവിന് ജോലി കൊടുക്കണം. പലരും പല ഉദ്ദേശം. എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹം നിനക്കറിയാം. എഴുതിയാണെങ്കിൽ നീ പൂർത്തിയാക്കി കൊടുക്കുക. നമ്മൾ اللهم صل على محمد. السلام عليكم ورحمة الله وبركاته.